കില്ലടികളെ നമ്മുടെ ദിയ കൃഷ്ണ, അതായത് നമ്മുടെ സ്വന്തം OC എന്താണ്, OBOC നമ്മുടെ പൊട്ടിക്ക് നടത്തുന്ന ദിയ കൃഷ്ണയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ വിഷയം, നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെയും പിന്നെ സിന്ധു കൃഷ്ണ അദ്ദേഹത്തിൻ്റെയും മകളായ ദിയ കൃഷ്ണ. അവർക്ക് സഹോദരികളുണ്ട്, ഈശാനി കൃഷ്ണ, പിന്നെ ഹൻസിക കൃഷ്ണ, അഹാന കൃഷ്ണ, അങ്ങനെയൊക്കെ സഹോദരികളുണ്ട്. അപ്പോൾ ഞാനിതെന്താ പറയാൻ കാരണം ചോദിച്ചാൽ, ഈ ഇടയ്ക്ക് അവർ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്കെല്ലാം അവർ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ എന്ന് വെച്ചാൽ അവരൊരു ഫാമിലി മൊത്തം ഭയങ്കര ഇത് ഫേമസ് ആണ് ഇല്ലടല്ലേ. എന്ന് വെച്ചാൽ ഒരു ഫാമിലി മൊത്തം ഒരു ഇൻഫ്ലുവൻസർമാരാകുക പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. അതും നല്ല രീതിയിൽ ഫേമസ് ആവുക, നല്ല രീതിയിൽ എല്ലാവരും അറിയുക, തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില്ലറപ്പെട്ട കാര്യമൊന്നുമില്ല കേട്ടല്ലേ. എന്താ വെച്ചാൽ അമ്മ വീഡിയോ ചെയ്യുന്നുണ്ട്, പിന്നെ എല്ലാവരും ഇപ്പോൾ ഫാമിലിയിൽ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദിയ കൃഷ്ണയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടല്ലേ. ഇപ്പോൾ പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആയിരുന്നു, ഈ ഇടയ്ക്ക് പ്രസവിച്ചു. ഈ ഇടയ്ക്ക് പറഞ്ഞാൽ ഇന്നലെ പിന്നെ ഞാൻ പ്രസവിച്ചു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡെയിലി റൊട്ടീൻ അവർ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി റൊട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു പറഞ്ഞാൽ ഫാമിലി വ്ളോഗ് നോർമലി അങ്ങനെയാണല്ലോ. അപ്പോൾ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ആൾക്കാരത് കാണുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ. അപ്പോൾ ഈ ഇടയ്ക്കാണ് പിന്നെ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേ അവരുടെ ജീവനക്കാർ എന്ന് വെച്ചാൽ അവരുടെ OBOC എന്ന് പറയുന്ന ബൊട്ടീക്കിലെ ജീവനക്കാർ തന്നെ ഇവരെ പറ്റിച്ചെന്നേ മിസ്റ്റേക്കിലല്ല പറ്റിച്ചു എന്ന് വെച്ചാൽ ഏകദേശം ഒരു 69 ലക്ഷം എന്നാണ് കണക്കിൽ വന്നത്. അതിൽ കൂടുതലേറെ പൈസ ഇവർ പറ്റിച്ചു. എന്ന് വെച്ചാൽ അവർ ജീവനക്കാർ ഇവർ പറ്റിച്ചു, നല്ല രീതിയിൽ പറ്റിച്ചിട്ട് എന്ന് വെച്ചാൽ കേസും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ അവർ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല കേട്ടോ. അതങ്ങനെ പോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അത് പറയാനല്ല വന്നത്. അപ്പോൾ ഇന്നലെ കൂടി പ്രസവിച്ചില്ല. അപ്പോൾ എന്താ സംഭവിച്ചു, ഇവരെല്ലാം വീഡിയോ ആക്കുന്നതാണല്ലോ. അപ്പോൾ ഈ പ്രസവവും കിലടല ഇവർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രസവിക്കുന്ന ലേബർ റൂമിലുള്ള വിഷ്വൽസ് കാര്യങ്ങളെല്ലാം വ്യത്യസ്തം അങ്ങനെയല്ലേ കിലടല. എന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി മൊത്തം ആ ലേബർ റൂമിലുണ്ട്. നോർമലി ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രസവം നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പ്രസവം നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബർ റൂമിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നോർമലി എന്താ വെച്ചാൽ നമ്മളെല്ലാവരും പുറത്തായിരിക്കും. ലേബർ റൂമിൽ ഡോക്ടർ, പിന്നെ അങ്ങനെ നഴ്സുമാർ, പിന്നെ ഇവർ മാത്രം, ഈ പേഷ്യൻ്റാണ് അവർ മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെന്ത് ചോദിച്ചെങ്കിൽ അവരുടെ ഒരു കുടുംബ പ്രസവം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. എന്നുവെച്ചാൽ നമ്മൾ നോർമലി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഫാമിലി ഒട്ടൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് ദിയ കൃഷ്ണ നല്ല രീതിയിൽ പ്രസവ വേദനയൊക്കെ എടുത്ത് കരയുന്നുണ്ട്, പക്ഷേ പ്രസവിക്കുന്നുണ്ടില്ല. അത് ഫുൾ വ്ളോഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശാനി കൃഷ്ണനെ ഇവർക്ക് വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടുട്ടാ. എന്ന് വെച്ചാൽ ഒരു ഫാമിലി ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ അതൊരു വ്ളോഗാക്കി ഇവർ ഇട്ടു. ഏകദേശം ഒരു 51 മിനിറ്റ് വരുന്ന വീഡിയോ ഇല്ലടല്ലേ. എൻ്റെ പൊന്ന് കിലടല്ല, അത് വൻ രീതി റെസ്പോൺസ്. അവരുടെ ഏറ്റവും ഹയസ്റ്റ് വീഡിയോ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഹയസ്റ്റ് വ്യൂ കിട്ടിയ വീഡിയോ വേണമെങ്കിൽ അത് പറയാം. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. അത് ഹയസ്റ്റ് വ്യൂസ് കിട്ടിയ വീഡിയോസ് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ കണ്ടന്റ് അങ്ങനെയാണ് ഇല്ലട. ഒരു പ്രസവിക്കുന്ന ഒരു വീഡിയോ 63 ലക്ഷം, അതായത് 6.3 മില്യൺ വ്യൂസ് ഇല്ലട ഒരു ദിവസമായിട്ടുള്ളൂ. നല്ല രീതിയിൽ ഹൈറ്റായി പറഞ്ഞാൽ ട്രെൻഡിങ് കിടക്കുന്ന ഒരു സാധനം ഇല്ലടല്ലേ. നിയും അശ്വിൻ കൃഷ്ണ, അതാണ് തോന്നുന്നു പിള്ളേരുടെ പേര് ഇല്ലടല്ല. അതിനെ നിയും അശ്വിൻ കൃഷ്ണ അതാണ് പേര്. ബർത്ത് വ്ളോഗ് ദിയ കൃഷ്ണൻ OC ടോക്കീസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫുൾ ഫാമിലി അവിടെ എല്ലാവരും, ഇപ്പോൾ അച്ഛനമ്മയാണെങ്കിൽ അച്ഛനമ്മ, പിന്നെ അവരുടെ പയ്യൻ്റെ ഇപ്പോൾ എന്താ ദിയ കൃഷ്ണൻ്റെ ഹസ്ബൻഡ്, അച്ഛനമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ എന്താ സംഭവം ഇത് പറയാൻ കാരണം ചോദിച്ചിട്ടുള്ള, ഇത് വൻ രീതി ട്രെൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ആൾക്കാർ എല്ലാവരും എടുത്തിട്ട് ട്രോള് പറഞ്ഞാൽ അങ്ങനെയല്ല, നോർമലി വേറെ മറ്റേ മീഡിയ പേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ നീലക്കുയിൽ, പച്ചക്കുയിൽ പറഞ്ഞ അങ്ങനത്തെ കുറേ മീഡിയ പേജസ്, പിന്നെ അങ്ങനത്തെ കുറേ പേജുകളിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഞാൻ കേരള ഏതിലാണെന്നറിയോ, നമ്മുടെ malloo.com എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് റീലാണ് ഇല്ലടാ. അവരുടെ തന്നെ 2-3 വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ പ്രസവത്തിൻ്റെ സംഭവം. അതിൽ 2-3 വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഹിറ്റായി. ഏകദേശം 1 മില്യൺ 1.7 മില്യൺ അങ്ങനെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യട്ടെ. ഞാൻ എന്താ വെച്ചാൽ ഫുൾ വ്ളോഗ് ഞാൻ കണ്ടിട്ടില്ല. 51 മിനിറ്റ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നോർമലി മറ്റേ ബർത്ത് വ്ളോഗാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേഷ്യൻ്റ് റൂമിൽ ഇരുന്നിട്ട് പ്രസവിക്കുന്ന സംഭവം ഒരു വീഡിയോ. പക്ഷേ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ എന്താ വെച്ചാൽ കമൻറ്റുകളൊക്കെ ഫാമിലി ഓഡിയൻസ് ആയിട്ടില്ല കൂടുതൽ. അയ്യോ അത് കണ്ട് ഞാൻ കരഞ്ഞു പോയി, അയ്യോ ഇങ്ങനെ വേണം സപ്പോർട്ട് ചെയ്യാൻ, ഇതാണ് ഫാമിലി, ഇതാണ് നമ്മുടെ പെങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫാമിലി ഓഡിയൻസ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റീലിട്ട അക്കൗണ്ടിലുള്ള ഞാൻ ആ വീഡിയോസിൽ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാട്ടോ. കമൻറ്റ് ഞാൻ വായിക്കാം. ആദ്യം റീൽ പ്ലേ ചെയ്യലുള്ളത്, എന്നിട്ട് ഞാൻ കമൻറ്റ് ഓരോരോ കമൻറ്റായി വായിച്ചു തരാം.
റിലാക്സ് ചെയ്ത് ബേബി ലുക്സ് ലൈക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാരും കണ്ട് സൂപ്പറായിട്ട് ചെയ്താ, അടിപൊളിയായിട്ട് ചെയ്താ. 2.46 നിങ്ങൾക്ക് നമുക്കല്ല. സത്യം പറഞ്ഞാൽ 7 മണി കഴിയും. വർഷ ഫുള്ള് എല്ലാം ചെയ്തു. താങ്ക് യു. രാവിലെ നാളെ കാണാൻ പോണം. വാട്ട് യു ഫീൽ? കുറച്ചു നേരം ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഫീൽ ചെയ്ത് തുടങ്ങി. കുറച്ച് കാലൊക്കെ ഓക്കെ ആയോ? കാലൊക്കെ ഇപ്പൊ ഞാൻ മൂവ് ചെയ്ത് തുടങ്ങി. എനിക്ക് നമ്പായിരുന്നു എല്ലാം. മൊത്തത്തില് ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അതിന്റെ ഹസ്ബൻഡ് സ്റ്റിഫ്നെസ് മാറുന്നവരെ എന്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞില്ല കൊച്ചിന്റെ അടുത്തോട്ട് പോയി. അതുവരെ ഇപ്പൊ തന്നെ എന്റെ കൂടെ നിൽക്കായിരുന്നു. അതുകൊണ്ടൊരു What did you feel ആ ഒരു ബേബി ഇറങ്ങി വന്ന മൊമെന്റിൽ? Do you remember that moment? ടു ബി ഓണസ്റ്റ്, എനിക്ക് മേ ബി എപ്പിഡ്യൂൾ തന്നോണ്ടായിരിക്കാം ബേബി ഇറങ്ങി വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ബേബിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബേബി വന്നു. അപ്പോൾ അതാണ് കിലറുടെ വീഡിയോ. കണ്ടില്ലേ, കുറച്ച് ഒരു സംഭവം ഒരു റീൽ പോലെ പ്ലേ ചെയ്തിരിക്കുകയാണ്. അവർ നല്ല രീതിയിൽ കിലറുടെ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മ എനിക്ക് വല്ലതും പറ്റുമോ, അപ്പോൾ ദിയ കുഞ്ഞിന് ജന്മം നൽകി, അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി സപ്പോർട്ട് ഇല്ല, ഫാമിലി ബാക്ക് ബോൺ പോലെ നിൽക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കുന്ന ആ ടൈമിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കിലറുടെ ഞാൻ നോർമലി പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഓക്കെ, ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ കിലറുടെ ഇങ്ങനെ പ്രഗ്നൻസി ടൈമിൽ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഫാമിലി എല്ലാവരും കൊണ്ടുപോകുന്ന എനിക്ക് അറിയില്ല. കിലറുടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏത് ഹോസ്പിറ്റലും. ഇനിയിപ്പോൾ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ആക്കിയെന്ന് അറിയില്ല. അതൊരു ഫാമിലി വ്ളോഗ് പോലെ ഇട്ടുണ്ട് കിലറുടെ. നോർമലി ഞാൻ പറഞ്ഞില്ല, പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, നെഗറ്റീവ് റെസ്പോണ്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കതിൽ കമൻറ്റ് സെക്ഷൻ നോക്കാട്ടെ. ഞാൻ മറ്റേ യൂട്യൂബിലെ കമൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കി അതിൽ ഫുള്ള് ഇങ്ങനെ എന്താ വെച്ചാൽ ഫാമിലി ഓഡിയൻസ്, ഫുൾ ഫാമിലി ഓഡിയൻസ്, അയ്യോ ഇതാണ് ശരിക്കുള്ള അമ്മ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെയും ആൾക്കാരൊക്കെ പ്രസവിക്കേണ്ടില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ നമ്മുടെ ഫാമിലി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ സ്ത്രീകളാണെങ്കിൽ കൂടി പോകാൻ പറ്റില്ല. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഉണ്ട് അവരെ പരിപാലിക്കാൻ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കമൻറ്റ് വായിക്കാറില്ല, കമൻറ്റ് നോക്കാം. പഞ്ചായത്ത് മെമ്പറെ കൂടി വിളിക്കാമായിരുന്നു കൊണ്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇടലെ. ഒരാൾ വേദന സഹിച്ച് മറ്റുള്ളവരെ സന്തോഷത്തിലാർത്തുന്ന ഒരു അത്യപൂർവ നിമിഷം. പിന്നെ ഇതൊക്കെ വീഡിയോ എടുക്കലാണ് ട്രെൻഡ് അല്ലേ? ഞാൻ അതെല്ലാം ആലോചിച്ചു. അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് സിസ്റ്റർമാർ ഭയങ്കര കെയറിങ്ങും മര്യാദയും. എൻ്റെ പൊന്നു, ഞാനൊന്ന് പ്രസവിക്കാൻ പോയത് ഓർക്കാൻ കൂടി വയ്യ. നമ്മളെന്തോ അവളുമാരുടെ കെട്ടിയോന്മാരുടെ കൂടെ കിടന്നു കൊച്ചുണ്ടായ പോലെ ആയിരുന്നു പെരുമാറ്റം. ഒന്ന് വേദന വന്ന് മൂളാൻ പോലും കുരിപ്പുകൾ ചീത്ത പറഞ്ഞ് സമ്മതിച്ചിരുന്നില്ല. അതില്ലടല്ല, നോർമലി അത് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ പിന്നെ അടുത്ത് ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇതൊക്കെ ഇങ്ങനെ കാണിക്കേണ്ട ഉണ്ടോ ഇല്ലാടല്ല, നിങ്ങൾ തന്നെ പറയുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ? പിന്നെ കാലം പോയ പോക്കെ. പിന്നെ ചിലർക്കില്ലത് ഞാൻ ഈശ്വരനെ വിളിച്ചുപോയി ദിയയുടെ വേദന കണ്ടിട്ട് ഈശ്വരൻ കുഞ്ഞിന് ആയുസ്സും ആരോഗ്യം നൽകട്ടെ. ഞാൻ പറഞ്ഞില്ല, കുറേ പേര് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ട്, കുറേ പേര് നെഗറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യുള്ളൂ. പിന്നെ യോഗം വേണം, ഇതുപോലെ ഒരു കൂടെപ്പിറപ്പുകളെ കിട്ടാനും അമ്മയെ കിട്ടാനും അച്ഛനെ കിട്ടാനും എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടില്ല. ഈ വീഡിയോ ഇങ്ങനെ ഇട്ടാലുള്ള പ്രശ്നം എന്താ എന്ന് അറിയുമോ? പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഇത് കണ്ട് പേടിക്കും, പ്രഷർ കൂടും, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആയിരിക്കും. സോഷ്യൽ മീഡിയ ജീവിതം ഇതും വിറ്റ് ക്യാഷാക്കുന്നു. ഇനി ബാത്റൂമിൽ ഇരിക്കുന്നത് കൂടി ഇടാനുള്ളൂ. ഇവരുടെ കാര്യം മാത്രമല്ല എല്ലാവരുടെയും. അത് നോർമലി എന്തോ കുത്തിപ്പറഞ്ഞ പോലെ ഇല്ലാതെ കാര്യമില്ല. കുടുംബം മൊത്തത്തിൽ ലേബർ റൂമാണല്ലോ. പിന്നെ കുറേ നല്ല കമൻറ്റ് ഇല്ലാതെ. അങ്ങനെ ആദ്യമായി ആ വീട്ടിലൊരു ആൺകുഞ്ഞ്, അത് ശരിയാണ് ഇല്ലാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിന് 4 പെൺമക്കളാണ് ഇല്ലാറുള്ളത്. ഇപ്പോൾ ആദ്യമായി ഒരു ആൺകുഞ്ഞ്, അത് ഗ്രേറ്റ്. പിന്നെ അങ്ങനെ അതും വീഡിയോ. കയ്യൊക്കെ കൊട്ടുന്നു. ഇതാണ് പറഞ്ഞത്, മകൾക്ക് പ്രാണവേദന, അമ്മയ്ക്ക് വീണവേദന. ഇത് ലേബർ റൂമോ വ്ളോഗ് റൂമോ, അതും വിറ്റ് കാശാക്കി. അവിടെയും ക്യാമറ കൊണ്ടുവന്നു. കളിമണ്ണ് റീൽ, തലയിൽ കളിമണ്ണ് റിയൽ, ബാക്കി. നീലക്കുയിൽ ഇത് കണ്ടില്ലേ? എന്തോ നീലക്കുയിൽ ഇത് കണ്ടില്ലേ? അതെന്താ കണ്ടില്ലായിരിക്കും, ഇല്ലാട്ടില്ല, അറിയില്ല. സ്ഥലം MLA കൂടി ഈ കർമ്മ പദ്ധതിയിൽ പങ്കെടുക്കുമായിരുന്നു. വീഡിയോ ഉണ്ടായതുകൊണ്ട് എല്ലാവരും. അതെ,
അൺഫോളോ ദാറ്റ് ഫീലിംഗ്. ചിലർ കുറേ പേര് ഞാൻ പറഞ്ഞില്ല പോസിറ്റീവ് ആയിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്താ സംഭവിച്ചു നിങ്ങൾക്ക് എന്താ തോന്നിയ വെച്ചാൽ കമൻറ്റ് ചെയ്യില്ല. എനിക്കെന്തോ ഞാൻ ഇതിനോട് യോജിപ്പുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല ഇല്ല സീരിയസ് ആയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലേബർ റൂമിൽ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ എന്തോ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല ഡോക്ടർമാരൊക്കെ. ഇനിയിപ്പോൾ ഇവരായതുകൊണ്ടാണോ അറിയില്ല സമ്മതിച്ചത് എന്നും എനിക്കറിയില്ല ഇല്ല. ഇനിയിപ്പോൾ അതൊരു ഫാമിലി വ്ളോഗൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട്. എന്തോ നല്ലതിനാണ് സപ്പോർട്ട് ഇങ്ങനെ ഈ ഒരു ടൈമിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ. സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊതുകില്ലടർ ഞാൻ പറയലൊന്നും പറ്റില്ല എന്നൊക്കെ. പക്ഷേ അതൊന്നും അത് നല്ലതാണ്. പക്ഷേ എനിക്കിത് വീഡിയോ ഒക്കെ ഇട്ടത് വലിയൊരു ഇതിലായി തോന്നുന്നില്ല ഇല്ലാടല്ല. എന്താ വെച്ചാൽ ഇതും വിറ്റ് കാശാക്കണോ എന്നൊരു സംഭവം ഞാൻ പറഞ്ഞില്ല. അവരുടെ അക്കൗണ്ടിൽ തന്നെ ഏറ്റവും ടോപ്പ് യൂസ് ഇതിനായിരിക്കും. മേ ബി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ടോപ്പ് യൂസ് എന്താ വെച്ചാൽ 6.1 മില്യൺ 61 ലക്ഷമാണെന്ന് തോന്നുന്നു. 6.1 മില്യൺ അതും 51 മിനിറ്റ് റീൽ ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ വേണമെങ്കിൽ നോക്കിയാൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ട് അതിനെ. സീരിയസ്ലി ഞാൻ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സിനൊക്കെ നല്ല രീതിയിൽ വരുമാനം ഉണ്ട് ഇല്ലാതെ. നോർമലി ഇത് നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണ് എന്തോ നേടുന്നുണ്ട്. എന്തായാലും നമ്മളെ ഫാമിലിയോട് ചിലർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവ് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇല്ലാതെ വീഡിയോ കാണുന്നു, അവരെ റെസ്പോണ്ട് ചെയ്യുന്നു, കമൻറ്റ് ഇടുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. സീരിയസ്ലി ഇതിപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ വീഡിയോ ഇട്ടു. സോ ബാക്കിയുള്ളവർക്ക് അത് പറയാനുള്ള ഒരു അവകാശമുണ്ട്, അധികാരമുണ്ട്. സോ നിങ്ങൾക്ക് എന്താ തോന്നിയ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾക്കും ചേട്ടാ ഞാനൊരു വ്ളോഗിങ് തുടങ്ങാം. എന്താ വെച്ചാൽ ഞാനൊരു ഫാമിലി വ്ളോഗ് തുടങ്ങാണ്. എല്ലാം A to Z കാര്യങ്ങൾ ഇനി വീഡിയോ ആയിട്ട് വരും. ഓക്കെ അപ്പോൾ ബൈ.